അതിപ്പിന് ക്ലാസ്സില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിഡ് ടേം എക്സാമിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തുടങ്ങി. ഞാനൊന്ന് എണീറ്റ് പോയ സമയം നോക്കി എബ്രോസ് എത്തിയിട്ടുണ്ടോ. ഇനി ബാക്കി അവൻ പഠിപ്പിക്കാമെന്നുള്ള മട്ടാണ്. ചേട്ടൻ അങ്ങോട്ടും ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. സംഗതി മുറിയിൽ നിന്നപ്പോഴേക്കും ഞാനങ്ങോട്ട് ചെന്നു. കാരണം ഇവൻ പിന്നെ കളിച്ച് നിൽക്കും, പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെ അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറി. ഇന്ന് പ്രത്യേകിച്ച് എനിക്കൊരു മൂഡും ഇല്ലായിരുന്നു കേട്ടോ ഒന്നും ചെയ്യാനായിട്ട്. എല്ലാ ദിവസങ്ങളും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ത്രില്ലില്ലല്ലോ. എന്നാലും ഈ ചടപ്പൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും പണി ചെയ്യാമെന്ന് വിചാരിച്ചു. മരുന്ന് കുപ്പികളൊക്കെ ഞാനിവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവനെല്ലാം കയ്യെത്തി പിടിക്കും സാധാരണ. ഇടയ്ക്ക് ആദപ്പൻ്റെ കാണാതെ പോയ കുറേ പെൻസിലുകളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ പഠിത്തത്തിനിടയ്ക്ക് ചെറിയൊരു ശിക്ഷയൊക്കെ കൊടുത്തിരുന്നു. അതിനോട് ചോദിക്കാനായിട്ട് അനിയനെയും കൂട്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ആളെന്നെ ചെറിയതായിട്ടൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് കേട്ടോ. ഈ പിള്ളേരൊരു കാര്യമേ, അവർ തമ്മിൽ സെറ്റാണ് കേട്ടോ. അവർക്കിടയിൽ നമ്മൾ കയറാൻ പാടില്ല. ഭയങ്കര അങ്ങനെ ഒരിടത്ത് എബ്രൂസിൻ്റെ മേടും മറുവശത്ത് ചേട്ടായുടെ പഠിത്തവും ഇതിനിടയിൽ കൂടെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കിച്ചൺ ക്ലീനിങ് ഞാൻ നേരത്തെ തന്നെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ മുതൽ തന്നെ അതിൻ്റെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനത്തതാണ് ഈ തുടയ്ക്കലും പിടിക്കലും ഒക്കെ. അപ്പോൾ ഇനി അത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. ബാക്കി ഞാൻ മുകളിലത്തെ വശമൊക്കെ ആണെങ്കിലും പാത്രങ്ങളൊക്കെ ആണെങ്കിലും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് ഈ കറകളും കാര്യങ്ങളൊക്കെ കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പെൻഡിങ് ഇട്ടത്. അല്ലെങ്കിലും എല്ലാ പണികളും കൂടെ ഒരുമിച്ച് ചെയ്യാതെ നമ്മൾ അതിൻ്റെ പാട്ട് നേരത്തെ കണ്ടിട്ട് കുറേശ്ശെ ആയിട്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജോലികൾ എളുപ്പമാകും. ഞാൻ ഈ കിച്ചൺ ഡ്യൂട്ടി എൻഡ് ഓഫ് ദ ഡേ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് കരുതി തുടങ്ങി വെച്ചതാണ് കേട്ടോ. തുടങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, തുടക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ അതിൻ്റെ ഫ്ലോ നമ്മൾ പോലും അറിയാണ്ട് അങ്ങ് ഒഴുകിപ്പോകും. അങ്ങനെ പിന്നെ കിച്ചൻ്റെ ജനൽ സൈഡും ഒക്കെ ഒന്ന് തൂത്ത് വരാമെന്ന് തുടങ്ങി. അവിടെയൊക്കെ പൊടിയൊക്കെ പിടിച്ച് നന്നായിട്ടുണ്ട്. ഒരു ദിവസം തീരുന്നതിന് മുന്നേ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടത്തോടെ ചെയ്യുക, അതാണ് റിയൽ ഹാപ്പിനെസ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. മീൽ പ്രിപ്പറേഷനൊക്കെ നേരത്തെ ഉണ്ടായതുകൊണ്ട് തന്നെ ഊണിനെ കുറിച്ചുള്ള ഒരു ആദ്യമില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങളൊക്കെ കഴിച്ചോ?